കയറി ഓരോ വീട്ടിലും ഞങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. പരമാവധി ഞങ്ങൾ ഈ ഭാഗത്തുള്ള ഈ സുഗന്ധിരി കോളനിയുടെ ഏരിയയാണ് ഇവിടെ ഈ ഭാഗം മുഴുവൻ. അപ്പം പറ്റുന്നിടത്തോളം ഞങ്ങൾ കയറി ഇറങ്ങി ഓരോ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് വേണ്ടത് എന്താണ്, ഷീറ്റാണോ അല്ലെങ്കിൽ ഡ്രസ്സാണോ പൈസയാണോ, അത് വേണ്ടത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 5 ഏക്കറാണ് ഓരോരുത്തർക്ക് പതിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ 5 ഏക്കർ ഫുള്ള് വനമാണ്. അത് മരം വെട്ടാനോ മറ്റൊന്നും എടുക്കാനോ അവർക്ക് പെർമിഷൻ ഇല്ല. അവർക്ക് ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് ഒരു ചെറിയൊരു വീട് വെച്ച് അതിനകത്ത് പുല്ലുകൊണ്ടൊരു ചെറിയ വീട് വെച്ചാൽ കയറി കിടക്കാം. അത് കാരണം ഞങ്ങൾക്ക് നടക്കാൻ 5 ഏക്കർ ഒരു വീടാകുമ്പോൾ പിന്നെ അടുത്ത 5 ഏക്കർ നടന്നാലാണ് അടുത്ത വീട്ടിലെത്താൻ പറ്റുന്നത്. അതുപോലെ നടന്നുകൊണ്ട് നമുക്ക് കയറി പോകാൻ ഇവർക്ക് പരിചയമുള്ളതുകൊണ്ട് ഇവർ കുറച്ചൊക്കെ അങ്ങോട്ട് കയറി പോകും. ചെല്ലുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് വീടിന് മുകളില്ല, അല്ലെങ്കിൽ ഭിത്തിയില്ല. ഭിത്തിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷീറ്റ് വലിച്ചു കെട്ടി. ഇതും ഒരു വീടാണ്. 4 അംഗങ്ങളുള്ള കുടുംബം താമസിക്കുന്ന വീട്. വീടെന്ന വാക്കിന്റെ അർത്ഥാന്തരങ്ങളിൽ എവിടെ പ്രതിഷ്ഠിക്കും നാം ഈ മൺതിട്ടയെ? 2 വർഷം മുമ്പ് സുഗന്ധിരി കോളനി വരുമ്പോൾ വീട് സന്ദർശിക്കുമ്പോഴാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു 4 പട്ടി ഈ കുട്ടികളും തള്ളേ ഒരു ചെറിയ തറയിൽ ഇങ്ങനെ ഷീറ്റ് വലിച്ചിട്ട് തറയിലൂടെ വെട്ടി വെള്ളം ഒഴുകിപ്പോൾ മഴയത്താണ് ഞങ്ങൾ വരുന്നത്. വെള്ളം ഒഴുകിപ്പോൾ അവർ കിടക്കുന്ന തറയിലൂടെ ഇങ്ങനെ ഓട വെട്ടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ അന്ന് മുതൽ 2 വർഷക്കാലം അവർക്ക് ഷീറ്റൊക്കെ കൊടുത്തു. അവരിങ്ങനെ വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോൾ അവർ വീട് മാറി എറുമാടം കെട്ടി താമസിക്കുന്നവരാണ്. അവരുടെ ഹസ്ബൻഡാണെങ്കിൽ മാനസിക രോഗിയാണ്, സൈക്കാട്രി പേഷ്യൻ്റാണ്, പണിക്കൊന്നും പോരാ. പിന്നെ അവർ എല്ലാ ദിവസവും കാട്ടിനുള്ളിൽ ചെന്ന് വിറക് വെട്ടിക്കൊണ്ടേ കൊടുത്താൽ ചിലർ 30 രൂപ കൊടുക്കും, ചിലർ 40 രൂപ കൊടുക്കും. ആ 40 രൂപ കൊടുക്കുന്നതുകൊണ്ട് അരി വാങ്ങിയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുവരെ നിങ്ങൾ പട്ടിണിയായിരിക്കും. ആ 30 രൂപ കിട്ടുന്നതുകൊണ്ട് 1 കിലോ അരിയോ അല്ലെങ്കിൽ ഇച്ചിരി സാധനം മേടിച്ച് അങ്ങനെ അവർ ചെയ്തു തന്നത്. ദൈവം തന്റെ മഹത്വം കാണിക്കുന്നത് സന്മനസ്സുകളായ വ്യക്തികളിലൂടെയാണ്. ഇവിടെ അനിലയും ബാലചന്ദ്രനും നിറവേറ്റുന്നത് അങ്ങനെ ഒരു ദൗത്യമാണ്. കരുതലിന്റെയും സ്നേഹത്തിന്റെയും അസാധാരണ ദൗത്യം.